വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ ലോകേഷിനെയും ലിയോ സിനിമയെയും വിമർശിച്ചതായിരുന്നു തമിഴ് സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം. വിജയോടുള്ള ദേഷ്യം എസ് എ ചന്ദ്രശേഖർ ലോകേഷിനോട് തീർത്തതാണെന്നാണ് സിനിമാ നിരൂപകനായ ചെയ്യാറു ബാലു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും എസ് എ ചന്ദ്രശേഖറിനോട് ഇപ്പോൾ ചർച്ച ചെയ്യാറില്ല എന്നും ചെയ്യാറു ബാലു പറയുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ വിജയോട് പിതാവിന് ദേഷ്യമുണ്ടെന്നും ചെയ്യാറു ബാലു പറഞ്ഞു. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് തന്നെ എസ് എ ചന്ദ്രശേഖറിന് ദേഷ്യമുണ്ട്. അതേസമയം വിജയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛൻ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അച്ഛനോട് വിജയ് പറയുന്നില്ല എന്നതും ചന്ദ്രശേഖറിന്റെ ദേഷ്യത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ചെയ്യാറു ബാലു പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിക്ക് പേര് വെക്കുന്ന കാര്യത്തിൽ പോലും ഒരു വാക്ക് വിജയ് ചോദിച്ചില്ല എന്നും പാർട്ടിയുടെ പേരോ കൊടി എന്നതിലൊക്കെ തീരുമാനമാക്കാൻ ഫെബ്രുവരി ആദ്യവാരം ഡൽഹിക്ക് വിജയ് പോവുകയാണെന്നും ഇതെല്ലാം എസ് എ ചന്ദ്രശേഖറിൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെന്നും ചെയ്യാറു ബാലു പറഞ്ഞു. മാത്രമല്ല, സംവിധായകൻ AR മുരുകദോസ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി പോയപ്പോൾ എസ് എ ചന്ദ്രശേഖർ അപമാനിച്ചിരുന്നുവെന്നും ഈ സംഭവം മുതലാണ് വിജയും ചന്ദ്രശേഖറും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നും ചെയ്യാറു ബാലു ചൂണ്ടിക്കാട്ടി. മകനെ എപ്പോഴും തന്റെ കൈക്കുള്ളിൽ കിട്ടണമെന്ന രീതിയാണ് എസ് എ ചന്ദ്രശേഖറിനുള്ളത്. അത് വിജയ്ക്ക് മനസ്സിലായി എന്നും ചെയ്യാറു ബാലു പറയുന്നുണ്ട്. സ്വന്തമായി വിജയ് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയത് നന്നായി എന്നും അല്ലെങ്കിൽ നടൻ പ്രശാന്തിന് സംഭവിച്ചതുപോലെ വിജയ്ക്കും സംഭവിച്ചേനെ എന്നും ചെയ്യാറു ബാലു പറഞ്ഞു. കാരണം എല്ലാത്തിലും അച്ഛന്റെ അഭിപ്രായം അനുസരിച്ചായിരുന്നു പ്രശാന്തിന്റെ കരിയർ പോയത്. അതായിരുന്നു പ്രശാന്തിന്റെ കരിയർ നശിപ്പിച്ചതെന്നും സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ മകനെയും വിജയ് അനുവദിച്ചിട്ടുണ്ടെന്നുമാണ് ചെയ്യാറു ബാലു എസ് എ ചന്ദ്രശേഖറിനെ കുറിച്ചും വിജയെ കുറിച്ചും പറഞ്ഞത്. അതേസമയം വിജയുടെ മകനും സംവിധാനത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ജേസൺ സഞ്ജയുടെ ആദ്യ സംവിധാന സംരംഭം നിർമ്മിക്കുന്നത്. ചിത്രത്തിനുള്ള കരാർ ജേസൺ ഒപ്പിടുന്ന ചിത്രമൊക്കെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു. വിജയും പിതാവും തമ്മിലുള്ള ശീതയുദ്ധം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട്. മുൻപൊക്കെ വിജയുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിലടക്കം പിതാവ് ചന്ദ്രശേഖർ ആയിരുന്നു അവസാന വാക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ താരമായി ഉയർന്നതോടെ സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുത്തോളാമെന്ന രീതി വിജയ് തുടങ്ങിയതോടെ അച്ഛനും മകനും തമ്മിലുള്ള ഉരസലുകൾ ആരംഭിക്കുകയായിരുന്നു. ഏതായാലും ലിയോയ്ക്കെതിരെയുള്ള വിജയുടെ അച്ഛന്റെ വിമർശനങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പേരെടുത്ത് പറയാതെയാണ് ചന്ദ്രശേഖറിന്റെ വിമർശനമെങ്കിലും ലോകേഷ് കനകരാജിനെയാണ് മുതിർന്ന സംവിധായകൻ ഉദ്ദേശിച്ചതെന്ന് ഉറപ്പാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ചെന്നൈയിലെ ഒരു ഫിലിം ലോഞ്ചിങ് ചടങ്ങിലാണ് എസ് എ ചന്ദ്രശേഖർ ലോകേഷിനെതിരെയും ലിയോ സിനിമയ്ക്കെതിരെയും തുറന്നടിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ആരും തിരക്കഥയ്ക്ക് ഒരു ബഹുമാനവും നൽകുന്നില്ല എന്നും താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചിത്രം എടുക്കുന്നതെന്നും ചെറിയ വിമർശനം പോലും ഉൾക്കൊള്ളാൻ പുതിയ സംവിധായകർ തയ്യാറാകുന്നില്ല എന്നൊക്കെയായിരുന്നു എസ് എ ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ ആരെയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചന്ദ്രശേഖർ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷേ എസ് എ ചന്ദ്രശേഖർ ഉന്നം വെച്ചത് ലോകേഷിനെ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വിജയ് നായകനായി എത്തി ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ചിത്രമായിരുന്നു ലിയോ. എന്നാൽ അതിനൊപ്പം തന്നെ ഏറെ വിമർശനവും ലിയോ കേട്ടിരുന്നു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം പ്രധാന വിമർശനം കേട്ടത് അതിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളുടെ പേരിലും ഒപ്പം ബാക്ക് സ്റ്റോറിയുടെ ഉറപ്പില്ലായ്മയും ഒക്കെ കൊണ്ടാണ്. എങ്കിലും ചിത്രം കോടികൾ വാരിയതോടെ ഇത് പ്രത്യേക ചർച്ചയായി മാറിയില്ല എങ്കിലും വിജയ് ഫാൻസിന് പോലും ലിയോ വലിയ തൃപ്തി നൽകിയില്ല എന്നത് യാഥാർത്ഥ്യമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.